ഈ അന്താരാഷ്ട്ര സമാധാന സുരക്ഷാ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ച ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് വിവിധ രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർ സൈനിക മേധാവികളൊക്കെ എത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസിം മുനീറും അവിടെ എത്തി. സ്വാഭാവികമായിട്ടും ഈ മീറ്റിംഗ് നടക്കുന്ന വേദിയിലേക്കൊക്കെ പോകണം. ആ പോകുന്ന വഴിക്ക് അസിം മുനീർ പോകുമ്പോൾ കൂടെ അംഗരക്ഷകരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കാണും. മുന്നിൽ പോകുന്ന അസിം മുനീറിനെ അവിടുത്തെ ഒരു വനിതാ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ ID? നിങ്ങൾ ആരാണെന്ന് അറിയണമെങ്കിൽ ഒരു ID കാർഡ് വേണമല്ലോ. ഒന്നുകിൽ ആ ID കാർഡ് ഇട്ട് തിരിഞ്ഞു പോയിരിക്കാം, അല്ലെങ്കിൽ ID കാർഡ് ധരിച്ചില്ലായിരിക്കാം. എന്തായാലും വനിതാ പോലീസ് അസിം മുനീറിനെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നത് വലിയ അപമാനമായി പോയി. മാത്രമല്ല, അസിം മുനീറിന്റെ ID എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ജർമ്മനിയിലെ ഉദ്യോഗസ്ഥയ്ക്ക് പാകിസ്ഥാനിലെ ഒരു ഉദ്യോഗസ്ഥനെ അറിയണമെന്നില്ല. പക്ഷേ അസിം മുനീറിന്റെ ചിന്ത എന്താ? താൻ ഫീൽഡ് മാർഷൽ എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഫീൽഡ് മാർഷൽ പദവി കിട്ടിയതോടെ തന്നെ തിരിച്ചറിയുമെന്നാണ്. അങ്ങനെ ഇല്ലാത്ത ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ, അല്ലാതെ അവിടുത്തെ തലപ്പത്തിരിക്കുന്ന ഒരാളൊന്നും അല്ല. തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങളുടെ ID കാർഡ് കാണിച്ചിട്ട് പോകുക. അപ്പം ഉടനെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ പറയുന്ന അസിം മുനീറിന്റെ ID കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിച്ചു കൊടുത്തതിന് ശേഷം പോകുന്നതാണ്. പറഞ്ഞ് ഇത് ഇവിടുത്തെ പ്രോട്ടോക്കോളാണ്. അതായത് നിങ്ങളുടെ ID കാണിച്ചെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ പോകുന്നെങ്കിൽ ആരെങ്കിലും തടഞ്ഞു നിർത്തുമായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ അജിത് ഡോവലാണ് പോകുന്നെങ്കിൽ തടഞ്ഞു നിർത്തുമായിരുന്നോ? ഇനി അമേരിക്കയിലെയോ റഷ്യയിലെയോ ചൈനയിലെയോ ഒക്കെ ഭരണാധികാരികളാണെങ്കിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തുമോ? അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ആളെന്നാണ് അസിം മുനീർ ധരിച്ചു വശായിരിക്കുന്നത്. പലതവണ ഡൊണാൾഡ് ട്രംപ് ഈ അസിം മുനീറിനെ സ്വന്തം രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുന്നു, വൈറ്റ് ഹൗസിൽ ട്രീറ്റ് ഒക്കെ കൊടുക്കുന്നു. ഈ ട്രീറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞതോടുകൂടി ലോക രാജ്യങ്ങൾ മുഴുവൻ തന്നെ ഉറ്റുനോക്കുന്നു എന്നൊരു മിഥ്യാധാരണ അസിം മുനീറുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയെ ലോകത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല.